മോഹൻലാൽ സത്യനന്ദിക്കാട് ഒന്നിക്കുന്ന ചിത്രം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഹൃദയപൂർവ്വം. മോഹൻലാലിന്റെ ഏറ്റവും അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ഒരു മലയാള ചിത്രം കൂടിയാണ് ഇത്. ഓണം റിലീസായി ഒരു ഗംഭീര ചിത്രമായി തന്നെ വരുന്നു. ഒരു ഫെസ്റ്റിവൽ റിലീസിന് എത്തിക്കാൻ പറ്റിയ ചിത്രമെന്ന് തന്നെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സത്യനന്ദിക്കാട് പറഞ്ഞത് വലിയ കൗതുകം സൃഷ്ടിച്ചിരിക്കുകയാണ് ആരാധകർക്കിടയിലും. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വം ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തുകയാണ്. 2015 റിലീസ് ചെയ്ത എന്നും എപ്പോഴും ശേഷം ഏകദേശം 9 വർഷത്തിന് ശേഷമാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നത്. നവാഗതനായ TP സോനു തിരക്കഥ എഴുതിയ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ചെന്നൈയിൽ പുരോഗമിക്കുകയാണ്. ചിത്രം മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് തന്റെ വിശ്വാസമെന്നും സത്യനന്ദിക്കാട് ഇപ്പോൾ പറയുന്നുണ്ട്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞു. പശ്ചാത്തല സംഗീതത്തിന്റെ പണിപ്പുരയിലാണ് സത്യനന്ദിക്കാടും സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകരനും. വാസ്തുകാരയ്ക്ക് ശേഷം മോഹൻലാൽ സിംഗ് സൗണ്ടിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഹൃദയപൂർവ്വം എന്ന ടൈറ്റിൽ എഴുതിയിരിക്കുന്നതും മോഹൻലാലിന്റെ കൈപ്പടയിലാണ്. ചിത്രത്തിന്റെ കഥ അഖിൽ സത്യന്റേതാണ്. സഹസംവിധായകനായി അനൂപ് സത്യനും ചിത്രത്തിനൊപ്പമുണ്ട്. സംവിധായകരായ 2 മക്കളും ഹൃദയപൂർവ്വത്തിന്റെ ഭാഗമാണ് എന്നതും പ്രത്യേകതയാണ്. ഹൃദയപൂർവ്വം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയായി മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഹൻലാലും ഞാനും ചേർന്ന് ചെയ്യുന്ന സിനിമയുടെ ഒരു പാറ്റേൺ തന്നെയാണ്. ഹ്യൂമറുള്ള, കുറച്ചു കാലമായി നമ്മൾ കാണാത്ത ലാലിന്റെ മുഖവും മുഖഭാവങ്ങളും ഈ സിനിമയിൽ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്ലസന്റ് ആയിട്ടുള്ള സിനിമയാണ്. ഓണത്തിന് ഒരാഴ്ച മുമ്പാകും തിയേറ്ററുകളിൽ ഈ സിനിമ എത്തുന്നുണ്ടാവുക. അതുകൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് രസം തോന്നാവുന്ന, ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. സിംഗ് സൗണ്ട് മോഹൻലാൽ അധികം ചെയ്തിട്ടില്ല. ജി അരവിന്ദന്റെ വാസ്തുകാരയ്ക്ക് ശേഷം മോഹൻലാൽ സിംഗ് സൗണ്ടിൽ ഒരു സിനിമ ചെയ്തിട്ടില്ല. മമ്മൂട്ടി സ്ഥിരമായി പലപ്പോഴും സിംഗ് ചെയ്യാറുണ്ട്. ഈ സിനിമയെ വേണമെങ്കിൽ ലാലിന്റെ ആദ്യത്തെ സിംഗ് സൗണ്ട് സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ടെക്നോളജി ഒക്കെ മാറിയല്ലോ. ഞാൻ ലാലിനോട് പറഞ്ഞത് പടം കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാകും എന്നാണ്. അദ്ദേഹം വളരെ കംഫർട്ടബിൾ ആയി പിന്നീട് അത് ചെയ്യുമ്പോൾ റീ റെക്കോർഡിംഗ് ഇല്ലാതെ തന്നെ സിനിമ കാണുമ്പോൾ സിംഗ് സൗണ്ടിന്റെ സത്യസന്ധത അനുഭവപ്പെടും. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില മൂളലുകളും ചില അക്ഷരത്തെറ്റുകൾ പോലും ഭംഗിയായി വരും. നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ പോകണം എന്നില്ലല്ലോ. ചില തെറ്റുകളൊക്കെ അതേപോലെ തന്നെ കേൾക്കാൻ പറ്റുക എന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലാലിന്റെ സീനുകൾ കാണുമ്പോൾ ഞാൻ ആലോചിച്ചു, എന്തൊരു രസമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അതായത് പെർഫോം ചെയ്യുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടുകയല്ലേ. ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ അത് കണ്ട് ചുണ്ടനക്കുന്നത് രണ്ടാമതൊരു ടേക്ക് ആണല്ലോ. എത്ര നന്നായാലും ഈ റിയൽ സൗണ്ടിന്റെ പെർഫെക്ഷൻ അതിനുണ്ടാകില്ല. ലാൽ എന്റെ 20ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ആദ്യ സിനിമയായ കുറുക്കന്റെ കല്യാണത്തിൽ ലാൽ ഒരു അതിഥി വേഷം ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. പക്ഷേ ഓരോ സിനിമ കഴിയുമ്പോഴും മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല. കൊതി തീരുന്നില്ല എന്ന് പറയില്ലേ, നമുക്ക് എന്നും ഫ്രഷ് ആണ്. നമ്മളൊരു സീൻ വായിച്ചു കൊടുത്തിട്ട് ക്യാമറ വെച്ച് ലാൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ വായിച്ചു കൊടുത്ത ഞാൻ തന്നെ അതിശയിച്ചു പോകും. അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഡയലോഗ് നന്നായി പറയുന്നതാണ് പെർഫോമൻസ് എന്ന് പലരും വിചാരിക്കും. പക്ഷേ ഡയലോഗുകളുടെ ഇടയിലുള്ള സൈലൻസിലാണ് പെർഫോമൻസ് സംഭവിക്കുന്നത്. മോഹൻലാലിന്റെ ഹൈലൈറ്റും അതുതന്നെയാണല്ലോ. അഭിനയിക്കുകയാണെന്ന് തോന്നാതെ സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന സംഭാഷണങ്ങളാണെന്ന് തോന്നും. ഹൃദയപൂർവ്വത്തിലും സ്വാഭാവികമായ ആ പെർഫോമൻസ് വന്നിട്ടുണ്ട്. മാളവിക മോഹനും സംഗീതയുമാണ് കേന്ദ്ര നായിക കഥാപാത്രങ്ങൾ. ഇത് പ്രണയകഥയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ നായിക എന്നതല്ല, കഥയിലെ ലീഡിംഗ് സ്ത്രീ കഥാപാത്രങ്ങൾ സിദ്ദിഖ്, ലാലു അലക്സ് തുടങ്ങിയവരുമുണ്ട്. കഥ കൂടുതലും നടക്കുന്നത് പൂനെയിലാണ്. അവിടെ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് മാളവിക അഭിനയിക്കുന്നത്. ഹിന്ദിയും ഇംഗ്ലീഷും മറാത്തിയും എല്ലാം സംസാരിക്കുന്നുണ്ട്. അവർ മലയാളി ആണെങ്കിലും ഈ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആൾ കൂടിയാണ്. അത് സിംഗ് സൗണ്ടിൽ വരുന്നതും ഒരു എക്സ്പീരിയൻസ് ആണ്. സംഗീത അതിമനോഹരമായിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് സംഗീത പെർഫോം ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയിൽ സംഗീതയ്ക്ക് വേണ്ടി ഒരുപാട് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നായിക സ്ഥാനത്ത് നിന്ന് മാറി വളരെ പെർഫോമൻസ് വാല്യൂ ഉള്ള സീനുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നടിയാണ് അവർ. എന്റെ കൂടെ ആദ്യമായിട്ടാണ് സംഗീത ജോലി ചെയ്യുന്നത്. സംഗീത് പ്രതാപ് ഇതിലെ വലിയൊരു ഘടകമാണ്. മോഹൻലാൽ ശ്രീനിവാസൻ അല്ലെങ്കിൽ മോഹൻലാൽ ജഗദീഷ് ശ്രീകുമാർ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻസ് ഉണ്ടായതുപോലെ 2 തലമുറകളുടെ സംഗമമായി കണക്കാക്കാം ഇത്. രണ്ടുപേരും കോമ്പിനേഷൻ സീനുകളിൽ രസമുള്ള ആളുകളാണ്. ഭയങ്കര ഹ്യൂമറാണ് ഇവർ കൂടി ചേർന്നാൽ. മോഹൻലാലിൽ നിന്നും ആളുകൾ എന്നും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. സിനിമകൾ പരാജയപ്പെടുമ്പോഴും മോഹൻലാൽ എന്ന അഭിനേതാവിൽ മലയാളിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മൾ തുടരും വന്നപ്പോൾ കണ്ടത്. ലാലിനോടൊരു സ്നേഹമുണ്ട് ജനങ്ങൾക്ക്. ആ സ്നേഹം ഹൃദയപൂർവ്വത്തിലും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. എത്ര കണ്ടാലും നമുക്ക് മതിയാകാത്ത ഒരു അഭിനേതാവാണ് നമുക്ക് മോഹൻലാൽ. ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ചും അതിന്റെ ഒരു രീതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വെക്കുകയാണ് സംവിധായകൻ കൂടിയായ സത്യനന്ദിക്കാട്. ഇത് പല പ്രേക്ഷകർക്കും ഈ പടത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അവർ മികച്ച വാക്കുകളാണ് ഈ ചിത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്നത്.